ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. വീണ്ടും ഒരാഴ്ചയോട്ട കാലം ദൈവം നമ്മുടെ ജീവിതത്തിൽ നല്ലവനായി വല്ലവനായി കൂടെ ഇരുന്നു. ആമേൻ, ഹല്ലേലൂയ. അവന്റെ കൃപകളും ആമേൻ ഹല്ലേലൂയ അവന്റെ കാരുണ്യവും കരുണയും ഒക്കെ അനുഭവിപ്പാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കുന്ന നല്ല നിമിഷത്തിനായി നന്ദിയോടെ സ്തോത്രം അർപ്പിച്ചു. ആമേൻ, ഹല്ലേലൂയ. ഈ പുതുവർഷം ആമേൻ ഹല്ലേലൂയ ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം, ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം, ആമേൻ ഹല്ലേലൂയ അവന് മഹത്വം കരയേറ്റുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കിയതിനാൽ നമുക്ക് അവനെ സ്തുതിക്കാം. ആമേൻ, ഹല്ലേലൂയ. അല്പസമയത്തെ ദൈവിക ചിന്തയ്ക്കായി 58 സങ്കീർത്തനം അതിന്റെ 11 വാക്യം നമുക്കൊന്ന് വായിക്കാം. ആകയാൽ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം, ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയം എന്ന് മനുഷ്യർ പറയും. ആമേൻ, ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല പരിശുദ്ധനും നിത്യവാനും അതുകൂടാതെ അടിയങ്ങളെ കാത്തുപരിപാലിക്കുന്നതിനുമായ സ്വർഗീയ നല്ല പിതാവേ, അപ്പച്ചായി അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായി നന്ദിയോടെ സ്തോത്രം അപ്പച്ചാ. ആമേൻ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ വചനം ശ്രവിക്കുന്ന നിന്റെ മക്കൾക്കായി നന്ദിയോടെ സ്തോത്രം കർത്താവേ. അപ്പച്ചാ, അടിയൻ വായിച്ച വചനം കർത്താവേ ആമേൻ ഹല്ലേലൂയ യഹോവയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, നീ അതിനെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സംസാരിപ്പാൻ എന്റെ നാവോടുമായോട് കൂടെ ഇരിക്കണം കർത്താവേ. കേൾക്കുന്ന ഓരോ ഉള്ളങ്ങളിലും അത് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കണം. സകലതും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ആകയാൽ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം. ആമേൻ. ദൈവവചനം പറയുന്നു ആമേൻ, നീ നീതിമാനാണ് എങ്കിൽ നിനക്ക് പ്രതിഫലമുണ്ട് നിശ്ചയം. ആമേൻ, ഹല്ലേലൂയ. 58 സങ്കീർത്തനം അതിന് 1 വാക്യം ഇങ്ങനെ പറയുന്നു, ദേവന്മാരെ നിങ്ങൾ വാസ്തവമായി നീതി പ്രസ്താവിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഈ ലോകത്ത് അനേക ദേവന്മാരുണ്ട്. ആമേൻ, ഹല്ലേലൂയ. എങ്കിലും ദൈവവചനം ചോദിക്കുകയാണ്, നിങ്ങൾ വാസ്തവമായി നീതി പ്രസ്താവിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഈ ദേവന്മാരൊക്കെയും മനുഷ്യരുടെ കൈവേലയാണ്. ആമേൻ, ഹല്ലേലൂയ. അവയൊന്നും സ്വയമായി സംസാരിക്കുന്നില്ല, സ്വയമായി ചിന്തിക്കുന്നില്ല. ആമേൻ, ഹല്ലേലൂയ. അവർക്ക് ആരെയും സംരക്ഷിപ്പാനോ ആമേൻ ഹല്ലേലൂയ സഹായിപ്പാനോ കഴിവില്ല. ആമേൻ, ഹല്ലേലൂയ. ആ ഒരു സന്ദർഭത്തിലാണ് ബൈബിൾ ഇത് ചോദിക്കുന്നത്, ദേവന്മാരെ നിങ്ങൾ വാസ്തവമായി നീതി പ്രസ്താവിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. നീതിമാൻ ഒരുത്തനേ ഉള്ളൂ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. 3-ാം നാൾ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ആമേൻ ഹല്ലേലൂയ പുനരുദ്ധാനത്തിന്റെ ശക്തി പ്രാപിച്ച ആമേൻ ഹല്ലേലൂയ ഇന്നും ജീവിക്കുന്ന ദൈവമാണ് അവൻ. ആമേൻ, ഹല്ലേലൂയ. അവൻ ചോദിക്കുകയാണ്, ആകയാൽ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് ആമേൻ ഹല്ലേലൂയ ഉൽപ്പത്തി പുസ്തകം അതിന്റെ 39-ാം അധ്യായം 1 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് നോക്കാം. എന്നാൽ യോസഫിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ടുവന്ന ഇശ്മേലിയുടെ കയ്യിൽ നിന്ന് ഫറവോന്റെ ഉദ്യോഗസ്ഥനായ അകമ്പടി നായകൻ പോത്തിഫർ എന്ന ഒരു മിസ്രൈമൻ അവനെ വിലയ്ക്ക് വാങ്ങി. ആമേൻ, ഹല്ലേലൂയ. ദൈവവചനം പറയുന്നു, യഹോവ ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു, അവൻ കൃതാർത്ഥനായി. ആമേൻ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തെ വിശ്വസിക്കുന്ന, ദൈവത്തെ ആശ്രയിക്കുന്ന, ദൈവത്തിൽ ആശ്രയം വെക്കുന്ന ദൈവ പൈതലിന് ആമേൻ ഹല്ലേലൂയ പ്രയാസങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ അവന്റെ ജീവിതത്തില് അവൻ പ്രതീക്ഷിക്കാത്ത മേഖലകള് അവനെതിരായി വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ ദൈവം അവന് തുണയായി കൂടെയുണ്ട്. ആമേൻ ഹല്ലേലൂയ. അവൻ കണ്ട ഒരു സ്വപ്നത്തിന്റെ പരിണത ഫലം ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. അവന്റെ കറ്റകളെ സകല കറ്റകളും വണങ്ങുന്ന ആമേൻ ഹല്ലേലൂയ സ്വപ്നം കണ്ടതിന്റെ പരിണത ഫലം ആമേൻ ഹല്ലേലൂയ. അവന്റെ സ്വന്തം സഹോദരന്മാര് അവനെ എടുത്ത് പൊട്ടക്കിണറ്റിലിട്ടു. ആമേൻ ഹല്ലേലൂയ. ആമേൻ. അവിടുന്ന് എന്ത് ചെയ്തു? അതെടുത്ത് ഇസ്രായേലിയർക്ക് ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഇസ്മായേലിനെ ആമേൻ ഹല്ലേലൂയർക്ക് വിറ്റു. ആമേൻ ഹല്ലേലൂയ. അവനെ അടിമയായിട്ട് അവൻ മിസ്രയീം ദേശത്തേക്ക് എത്തുകയാണ്. ആമേൻ ഹല്ലേലൂയ. അവൻ കണ്ട സ്വപ്നത്തിന് ഇനി യാതൊരു സാധ്യതകളുമില്ല. ആമേൻ ഹല്ലേലൂയ. ഒരു അടിമയായി ആമേൻ ഹല്ലേലൂയ പോത്തിഫറിന്റെ ഭവനത്തിൽ അവൻ ആയിരിക്കുകയാണ്. എങ്കിലും ദൈവത്തിന് ഇങ്ങനെ പറയുന്നു, യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. ആമേൻ ഹല്ലേലൂയ. ആ മിസ്രയീമിനായ അവന്റെ യജമാനന് അവനോട് കരുണ തോന്നുകയാണ്. ആമേൻ ഹല്ലേലൂയ. പറയുകയാണ്, ജോസഫ് അവൻ ഇഷ്ടവനായി ശുശ്രൂഷ ചെയ്തു പോന്നു. ആമേൻ. അവൻ അവനെ ഗ്രഹവിചാരകനാക്കി തനിക്കുള്ളതൊക്കെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ആമേൻ ഹല്ലേലൂയ. ഒരു അടിമയായിട്ട് വാങ്ങിയവനെ ആമേൻ ഹല്ലേലൂയ ആ ഭവനത്തിന്റെ ഉടമ വിശ്വസിക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. തനിക്കുള്ള സകലത്തെയും അവന്റെ കരങ്ങളിലേക്ക് അവൻ ഏൽപ്പിക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. എങ്കിലും ശത്രുവായവൻ ആമേൻ ഹല്ലേലൂയ ജോസഫിനെ വിടുന്നില്ല. ആമേൻ ഹല്ലേലൂയ. അവന്റെ ജീവിതത്തിൽ വീണ്ടും പല പ്രയാസങ്ങള് പ്രശ്നങ്ങളൊക്കെ
ഒക്കെ ഉണ്ടായി. ആമേൻ ഹല്ലേലൂയ. ആ ഭവനത്തിൽ നിന്ന് അവൻ കാരാഗ്രഹത്തിന്റെ അവസ്ഥയിലേക്ക് പോകേണ്ട ഒരു അനുഭവം ഉണ്ടായി. ആമേൻ ഹല്ലേലൂയ. എങ്കിലും അതിന്റെ 29 വാക്യം ഇങ്ങനെ പറയുന്നു, 39 ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം അതിന്റെ 21 ഇങ്ങനെ പറയുന്നു, എന്നാൽ യഹോവ ജോസഫിനോട് കൂടെ ഇരുന്നു, കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. ആമേൻ ഹല്ലേലൂയ. നീ ഏത് അവസ്ഥയിലൂടെ കടന്നു പോയാലും ആമേൻ ഹല്ലേലൂയ, നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തം മാറുകയില്ല. ആമേൻ ഹല്ലേലൂയ. യഹോവ ജോസഫിനോട് കൂടെ ഇരുന്ന് അവൻ ചെയ്യുന്നതൊക്കെയും സഫലമാക്കി. ആമേൻ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ഇങ്ങനെയാണ്, ദൈവം നമ്മളോട് കൂടെ ഉണ്ട് എങ്കിൽ നമ്മൾ ചെയ്യുന്ന സകല പ്രവൃത്തിയും സഫലമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കും. ആമേൻ ഹല്ലേലൂയ. ആമേൻ ആ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ആമേൻ ഹല്ലേലൂയ മിസ്രയീം രാജാവിന്റെ പാനപാത്രവാഹകനും അപ്പക്കാരനും ആമേൻ ഹല്ലേലൂയ കണ്ട സ്വപ്നം ജോസഫ് വിവരിക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. അതെന്റെ ജീവിതത്തിന് ഒരു വഴിത്തിരിവിന് ഒരു പക്ഷേ കാരണമായി തീരാം. എന്നാൽ ആ പാനപാത്രവാഹകൻ എന്ത് ചെയ്തു? ജോസഫിനെ മറന്നു. 40 അധ്യായം അതിന്റെ 23 വാക്യം ഇങ്ങനെ വായിക്കുന്നു, എങ്കിലും പാനപാത്രവാഹകരുടെ പ്രമാണി ജോസഫിനെ ഓർക്കാതെ മറന്നു കളഞ്ഞു. ആമേൻ ഹല്ലേലൂയ. ഒരു പക്ഷെ നീ ചെയ്യുന്ന പല കാര്യങ്ങളും പല മനുഷ്യരും ഓർക്കാതെ മറന്നു പോകും. എങ്കിൽ സർവശക്തനായ ദൈവമുണ്ട്, അവനതൊക്കെയും തന്റെ പുസ്തകത്തില് എഴുതി വെൽക്കും. ആമേൻ ഹല്ലേലൂയ. നമ്മൾ വായിച്ച വാക്യം പോലെ, ആകയാൽ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം. ആമേൻ ഹല്ലേലൂയ. പാനപാത്രവാഹകൻ ജോസഫിനെ മറന്നുപോയെങ്കിൽ ആമേൻ ഹല്ലേലൂയ, ആമേൻ നിന്നെ മറക്കാത്ത ഒരു ദൈവമുണ്ട്. ആമേൻ ഹല്ലേലൂയ. പിന്നെ നമ്മൾ വായിക്കുകയാണ്, ആമേൻ ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. 41 വാക്യം ഇങ്ങനെ 41 അധ്യായം അതിൽ 1 വാക്യം ഇങ്ങനെ വായിക്കുന്നു, 2 സംവത്സരം കഴിഞ്ഞ ശേഷം ഫറവോൻ ഒരു സ്വപ്നം കണ്ടു. ആമേൻ ഹല്ലേലൂയ. നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, നിന്റെ നന്മയ്ക്ക് വേണ്ടി, ആമേൻ ഹല്ലേലൂയ, നിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി, ആമേൻ ഹല്ലേലൂയ, ചിലരുടെ ഒക്കെയും ഉറക്കം പോകാൻ പോവുകയാണ്. ആമേൻ ഹല്ലേലൂയ. ഫറവോൻ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം വ്യാഖ്യാനിക്കുവാൻ ആരാലും സാധിക്കില്ല. ആമേൻ ഹല്ലേലൂയ. അവന്റെ ആമേൻ മന്ത്രവാദികൾക്കോ ശകുനവാദികൾക്കോ ദർശനത്തിനും ആമേൻ ഹല്ലേലൂയ പറയുന്നവർക്കോ ആർക്കും ഫറവോന്റെ സ്വപ്നത്തിന് ഒരു വ്യാഖ്യാനം പറയുവാൻ കഴിഞ്ഞില്ല. ആ സന്ദർഭത്തിലാണ് പാനപാത്രവാഹകൻ ആമേൻ ഹല്ലേലൂയ ജോസഫിന്റെ കാര്യം പറയുന്നത്. ആമേൻ ഹല്ലേലൂയ. 41 അധ്യായം ആമേൻ ഹല്ലേലൂയ അതിന്റെ ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ 11 വാക്യം ഇങ്ങനെ പറയുന്നു, അവിടെ വെച്ച് ഞാനും അവനും രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടു. വെവ്വേറെ അർത്ഥമുള്ള സ്വപ്നമായിരുന്നു ഓരോരുത്തൻ കണ്ടത്. അവിടെ അകമ്പടി നായകന്റെ ദാസനായ ഒരു എബ്രായ യൗവനക്കാരൻ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ ഞങ്ങളോട് ഞങ്ങൾ കണ്ട സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ചു തന്നു. ആമേൻ ഹല്ലേലൂയ. സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുവാൻ തക്കവണ്ണം ജോസഫിന് ദൈവം ആമേൻ ഹല്ലേലൂയ കൊടുത്ത കഴിവ്. ആമേൻ ഹല്ലേലൂയ. ഫറവോന്റെ സന്നിധിയിലേക്ക് എത്തുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി. ആമേൻ ഹല്ലേലൂയ. നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം. ആമേൻ ഹല്ലേലൂയ, സ്തോത്രം. 41 അധ്യായം ആമേൻ ഹല്ലേലൂയ അതിൽ 41 വാക്യം വായിക്കുകയാണ്, ഇങ്ങനെ വായിക്കുകയാണ്, ഈ ഫറവോന്റെ സ്വപ്നമൊക്കെയും യോസഫ് വിവരിച്ചു കൊടുത്തപ്പോൾ ആമേൻ അതിനുള്ള പ്രതിഫലമായി മിസ്രയീം രാജാവ് ഇങ്ങനെ പറയുകയാണ്, ഇതാ മിസ്രയീം ദേശത്തിനൊക്കെയും ഞാൻ നിന്റെ മേലധികാരിയാക്കിയിരിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. ഫറവോൻ നിന്റെ കയ്യിൽ നിന്ന് മുദ്രമോദ്രമൂതി ജോസഫിന്റെ കയ്യിൽ കിട്ടു. അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു, ഒരു സ്വർണ്ണ സരപ്പിളിയും അവന്റെ കഴുത്തിലിട്ടു, തന്റെ 2 നിറത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തുവീനെന്ന് അവന്റെ മുൻപിൽ വിളിച്ചു പറയിപ്പിച്ചു. ആമേൻ ഹല്ലേലൂയ. ഞാൻ നിന്നെ മിസ്രയീം ദേശത്തിനൊക്കെയും അധികാരിയാക്കിയിരിക്കുന്നു. ആമേൻ ഹല്ലേലൂയ, സ്തോത്രം. ഒന്ന് ഓർത്തു നോക്കിക്കേ. ആമേൻ ഹല്ലേലൂയ. താൻ കണ്ട ദർശനം, ആമേൻ ഹല്ലേലൂയ, തന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ കാര്യങ്ങള്, ആമേൻ ഹല്ലേലൂയ, പൊട്ടക്കിണറിന്റെ അവസ്ഥ, കാരാഗ്രഹത്തിന്റെ അവസ്ഥ, തന്നെ ആമേൻ ഹല്ലേലൂയ താൻ സഹായം ചെയ്തവരാ തന്നെ മറന്നു കളഞ്ഞ അവസ്ഥ. എങ്കിലും ഒന്ന് ഓർത്തു നോക്കിയേ, ദൈവത്തിന്റെ വാഗ്ദത്തം അത് മാറ്റം വരികയില്ല. ആമേൻ ഹല്ലേലൂയ. ആമേൻ ജോസഫ് ഇന്ന് മിസ്രയീം ദേശത്തിന് അധിപതിയായിരിക്കുകയാണ്. ആമേൻ ഫറവോൻ കഴിഞ്ഞാൽ 2ാമത്തെ സ്ഥാനം ജോസഫിന് ദൈവം കൊടുത്തിരിക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. നീ നീതിമാനായിരുന്നാൽ, നീതി ചെയ്താൽ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം. ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയം. ആമേൻ ഹല്ലേലൂയ എന്ന് മനുഷ്യർ പറയും. ആമേൻ ഹല്ലേലൂയ. തുടർന്നുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അവനെ തള്ളിപ്പറഞ്ഞ, അവനെ ഉപേക്ഷിച്ച, അവനെ
പൊട്ടക്കിണറ്റിലിട്ട് അവന്റെ സഹോദരന്മാര് നന്മയ്ക്ക് വേണ്ടി അവന്റെ മുൻപിൽ കൈകൂപ്പുന്ന ഒരു അവസ്ഥ. ആമേൻ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. ആമേൻ. ദൈവവചനം ഇങ്ങനെ പറയുന്നു, നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം. ആമേൻ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്കും ഈ വചനത്തിൽ വിശ്വസിക്കാം. ഈ വചനത്തിന് മുൻപിൽ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്താം. ആമേൻ. നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം. ആമേൻ. ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയം. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം നമുക്ക് പകരം തരുന്ന ഒരു ദൈവമുണ്ട്. അവനിൽ വിശ്വസിക്കുക, അവനിൽ ആശ്രയിക്കാം. ഈ വചനങ്ങൾ അത് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.